മട്ടൺ പെപ്പർ ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ 3/4 കിലോ മട്ടൺ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 പച്ചമുളക് നടുകീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വലിയ പീസായിട്ട് ഇട്ടിട്ടുള്ളത്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് വേവിക്കാം. മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വിസിലടുപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 വിസിലാണ് അടുപ്പിക്കുന്നത്. ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് 2-3 വിസിലും കൂടെ അടുപ്പിക്കാം. ഇനി ഞാനിത് സ്റ്റൗവിൽ വയ്ക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് 4 വിസിലടുപ്പിച്ചിട്ടുണ്ടായി. അപ്പം മട്ടണൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ നല്ലവണ്ണം ഗ്രേവി. അപ്പോൾ ഈ ഗ്രേവി നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് മസാലകളൊക്കെ തയ്യാറാക്കാം. ഇനി മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മിനിറ്റ് നേരം ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മട്ടൻ വേവിക്കുമ്പോൾ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാനിനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. വേറെ ചില്ലി പൗഡറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം നന്നായി ചൂടാക്കി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, പൊടികളെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഈ മട്ടണിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല കുറച്ചൊരു ചെറിയ ഗ്രേവിയോട് കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇടുമ്പോൾ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ഇനി അല്പം ഗ്രേവിയോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.